ഹായ്, നമുക്കിവിടെ എക്സലിലെ ഡിജിറ്റ്സ് ഗ്രൂപ്പിംഗ്, അതായത് നമ്പറുകൾക്ക് കോമ ഇടുന്ന സ്റ്റൈല് ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ഫോർമാറ്റും US ഫോർമാറ്റും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അവിടെ മില്യൺ എന്നുള്ള വേർഡിലാണ് ഉപയോഗിക്കുക, നമ്മൾ ക്രോർ, ലാക്ക് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോമ സ്റ്റൈൽ എന്ന് പറയുന്നത് 16,800, 16,800, 1,25,000 എന്നൊക്കെയാണ്. പക്ഷേ അതേസമയം സ്ക്രീനിൽ കാണിക്കുന്ന ഈ മെത്തേഡ് US മെത്തേഡാണ്. അതായത് 16,800 അല്ലെങ്കിൽ 125,000, അതായത് 125,000. പിന്നെ പറയുന്നത് 7,845,256.25, 18,946,325.67, 654,987,333. ഇങ്ങനെയാണ് US ഫോർമാറ്റിൽ പറയുക. അതേസമയം നമ്മൾക്ക് ഇന്ത്യൻ ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റുകയാണെങ്കിൽ, ഇന്ത്യൻ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്കൊന്ന് താഴത്ത് ടൈപ്പ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മൾ കോമ ഇടുന്നത് നോക്കാം. നമ്മൾ ആദ്യം 100-ന് 3 ഡിജിറ്റ്സിന് വലത്ത് ഭാഗത്തിടും. പിന്നെ 87, അതായത് 2 അക്കത്തിലാണ് നമ്മൾ 1000 പറയുക. പിന്നത്തെ 2 ഇലക്കം നമ്മൾ ലക്ഷമാണ്, പിന്നെ കോടിയാണ്. 65,49,87,333 എന്നാണ് നമ്മൾ ഡിജിറ്റ്സിന് പറയുക. ഇത് മറ്റൊന്നും കൂടെ നോക്കാം. അതിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു ഫിഗറും കൂടെ നോക്കാം. ഇവിടെ മുകളിലെ ഫിഗറും കൂടെ നമുക്കൊന്ന് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മളെങ്ങനെ കോമ ഇടുന്നത് മാനുവലി അടിച്ചു നോക്കാം. ഇതൊരു മാനുവൽ സ്റ്റൈലാണ്. ഇതൊരിക്കലും നമ്മളിങ്ങനെ സിസ്റ്റത്തിൽ ചെയ്യരുത്, ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇതിപ്പം 1,89,46,325.67 എന്ന് കിട്ടും. പക്ഷേ ഇങ്ങനെ നമ്മൾ മാനുവലി കോമ ഇട്ടാൽ ഇതൊരു ടെക്സ്റ്റ് ആയിട്ടാണ് സിസ്റ്റം എടുക്കുക. നമുക്കിവിടെ ഈസ് ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ ഈസ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ട്രൂ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാൽക്കുലേഷൻ നമ്മൾ ചെയ്താൽ ഇത് എടുക്കില്ല. അതേസമയം നമുക്ക് ഈ ഫിഗർ നോക്കാം. 1,25,000 ഈസ് ടെക്സ്റ്റ് ആണോ എന്ന് വെച്ചാൽ ഫാൾസ് എന്ന് വരും. അതായത് അത് ടെക്സ്റ്റ് അല്ല, അത് ന്യൂമറിക്കാണ്. ന്യൂമറിക്കാണെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുത്തൊക്കെ ഈക്വലി കൊടുത്താൽ കിട്ടില്ല. അതേസമയം ന്യൂമറിക്കാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് നമ്മുടെ ഇഷ്ടത്തിന് കോമ ഇട്ട് കൊടുത്താൽ അത് എക്സലിന് മനസ്സിലാവില്ല. എക്സൽ ഓൺ ദ സ്പോട്ടിൽ അത് ടെക്സ്റ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ എന്താണ് മെത്തേഡ് എന്ന് വെച്ചാൽ, നമ്മൾ വിൻഡോസിലാണ് ചെയ്യേണ്ടത്. വിൻഡോസിൽ പോയാൽ സ്റ്റാർട്ട് മെനുവിൽ റീജിയണൽ സെറ്റിങ്സ് എന്ന് അടിക്കുക. റീജിയണൽ സെറ്റിങ്സ് അടിച്ച ശേഷം വരുന്ന വിൻഡോയിൽ അഡീഷണൽ സെറ്റിങ്സിലേക്ക് പോകാം. അഡീഷണൽ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിജിറ്റ്സ് കോമ ഗ്രൂപ്പിംഗ് സ്റ്റൈലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ ഫോർമാറ്റിലെ കോമ സ്റ്റൈൽ നോക്കാം, സെലക്ട് ചെയ്യാം. ഒരു സിസ്റ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിവിടെ ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കറൻസി ടാബ് എടുക്കുക. കറൻസി ടാബിലും കാണാം കോമ. ഇവിടെ കറൻസി ഡിജിറ്റ്സ് ഡോളർ കാണിക്കുന്നുണ്ട്. നമ്മൾ കറൻസി കോമ സിസ്റ്റം കാണിച്ചു. ഇനി ഒന്നുകൂടെ നമ്മൾക്ക് കറൻസി നമുക്കിവിടെ നമ്മൾ റുപ്പീസ് എന്ന് അടിച്ചു കൊടുക്കുന്നു. RS എന്ന് ഞാൻ അടിച്ചു കൊടുക്കുന്നു, ഇന്ത്യൻ റുപ്പീസിന് വേണ്ടി. പിന്നെ അപ്ലൈ അടിച്ചു, ഓക്കെ അടിക്കുന്നു. അപ്ലൈ, ഓക്കെ, ഓക്കെ അടിച്ചു. നമുക്ക് കാണാം ഇവിടെ ഡിജിറ്റ്സ് ഗ്രൂപ്പിംഗ് ഇന്ത്യൻ സ്റ്റൈലിലേക്ക് കോമ വന്നു. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടായത്, ഇപ്പം നമുക്ക് മാറി. അതായത് എക്സലിലല്ല ആ സെറ്റിങ്സ്. ഇപ്പം ഇക്വേഷൻ ടോട്ടൽ ഇട്ടപ്പോൾ കറക്റ്റായിട്ട് ടോട്ടലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തിരിക്കുന്ന എക്സലിലല്ല, വിൻഡോസിൻ്റെ സിസ്റ്റം സെറ്റിങ്സിലാണ്. നമുക്കറിയാം റീജിയണൽ സെറ്റിങ്സിലാണ് പോയിട്ട് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കറൻസി മെത്തേഡ് നോക്കാം. നമ്മൾ റുപ്പീസ് കൊടുത്തതുകൊണ്ട് കറൻസി സെലക്ട് ചെയ്യലോടുകൂടി റുപ്പീസ് എന്ന് പ്രിഫിക്സ് ചെയ്ത് വന്നു. ഓക്കെ, ഈ മെത്തേഡിലാണ് നമ്മൾക്ക് ഇന്ത്യൻ ഫോർമാറ്റിലേക്കും US ഫോർമാറ്റിലേക്കും കോമ സ്റ്റൈൽ മാറ്റുന്നത്. നമ്മൾ ഈ റീജിയണൽ സെറ്റിങ്സിൽ ഒന്നും കൂടെ പോയി നോക്കാം. നമ്മളൊരു സിസ്റ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു കമ്പ്യൂട്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ നമ്മുടെ ഉപയോഗിക്കുന്ന നാട്ടിൽ നമ്മൾ ഏത് സിസ്റ്റമാണ് വേണ്ടത് ആ രീതിയിലേക്ക് ഡേറ്റ്, അതായത് ആദ്യം തന്നെ അമേരിക്കൻ ഫോർമാറ്റ് ആകുമ്പോൾ മാസം ഫസ്റ്റ്, ഡേറ്റ് സെക്കൻഡ് ഒക്കെയാണ് ഉണ്ടാകുക. നമ്മൾക്ക് അങ്ങനെയല്ല, ഇന്ത്യക്കാർ നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റ് ഫസ്റ്റ്, DDMMYY എന്ന മെത്തേഡാണ്. ആ മെത്തേഡ് ആദ്യം തന്നെ മാറ്റുക. അതേപോലെ ടൈം 24 hour ആണോ 12 hour ടൈം ആണോ അത് സെറ്റ് ചെയ്യുക. ഈ ഡിജിറ്റ്സ് ഗ്രൂപ്പിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടതാണ്. ഇത് വളരെ ബിഗിന്നർ ലെവലിലുള്ള വളരെ സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ഒരു ടിപ്പാണ്. എന്നാലും ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.